മൈക്രോ SUV ഇത് കംഫർട്ട് ലൈനാണ് വരുന്നത്, മിഡിൽ ഓപ്ഷൻ. അതെ, 74 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXi ഓട്ടോമാറ്റിക് 2016 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ണൂർ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഷോറൂം കാർ ആൻഡ് ബൈക്കാണ്. കാർ ആൻഡ് ബൈക്ക് പവേർഡ് ബൈ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ണൂർ തോട്ടടയാണ് ലൊക്കേഷൻ വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ മിക്സഡ് വണ്ടികളാണ്, അതായത് നല്ല അടിപൊളി പ്രൈസിൽ പൊട്ടിച്ചേരുന്ന വണ്ടികളുണ്ട്. അപ്പോൾ വാറണ്ടി ലഭിക്കുന്ന വണ്ടികളും വാറണ്ടി ലഭിക്കാത്ത വണ്ടികളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുക്കുന്ന വാഹനങ്ങൾ എല്ലാം ഇൻസ്പെക്റ്റഡ് വെഹിക്കിൾസാണ്. അത്രയും ചെക്ക് പോയിൻറ്റ്സിലൂടെ കടത്തി ഇൻസ്പെക്റ്റ് ചെയ്ത് എടുക്കുന്ന വെഹിക്കിൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. എന്താ അതുലിനെ സ്വാഗതം ചെയ്യാം. അതിലെ സ്വാഗതം. ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളും നമ്മളിന്ന് കാണിക്കുന്നില്ല. കുറച്ച് പ്രൈസ് പൊട്ടിച്ചിട്ടുള്ള വണ്ടികളുണ്ടല്ലോ, കൊടുക്കാലോ. ഓക്കെ. വാറണ്ടി ഉള്ള വണ്ടികളുണ്ട്, വാറണ്ടി ഇല്ലാത്ത വണ്ടികളുണ്ട്, എല്ലാം മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ പൊതുവെ ഇവിടെ 2 വർഷം വരെ വാറണ്ടി ലഭിക്കുന്ന മോഡൽ കൂടിയ വണ്ടികളാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഉണ്ടോ? കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരും? ഇത് തോട്ടട എസ് എൻ കോളേജ് തൊട്ട് സൈഡിലായിട്ടില്ല. ഓക്കെ, എസ് എൻ കോളേജിൻ്റെ അടുത്തായിട്ട് തോട്ടടയാണ് ലൊക്കേഷൻ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ എന്ന കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇത്രയും നാൾ എല്ലാവരും തന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദി. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടോ. നിങ്ങൾ ഫസ്റ്റ് ഉയർന്നവർ എന്തെങ്കിലും പറഞ്ഞൊരു കമൻറ്റ് ഇടുക, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സന്തോഷം അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ദാ ഹോണ്ട ജാസ് ആണ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇത് 2017 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് 17 മോഡൽ, 66,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. പെട്രോളാ? പെട്രോള്. നോർമൽ ഓട്ടം, നോർമലുള്ള കുറവാണ്. 64,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ സർവീസ് ഹിസ്റ്ററിയാ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, ഒരു ക്ലെയിമില്ല. ഒരു ക്ലെയിം. പെട്രോൾ ജാസ് അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടും സുഖവും എല്ലാം കിട്ടുന്നൊരു വണ്ടിയാണ്. നല്ല കംഫർട്ടബിൾ ആയി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ടയേഴ്സ് ആവറേജ് ഉള്ളൂ, ആവറേജ് ടയേഴ്സ് ഉള്ളൂ. ക്ലെയിമും കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് SMT. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇത്രയും ഫീച്ചേഴ്സ് വരും. ഓക്കെ. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 4,74,000 കൊടുക്കാം. 4,74,000. 2017 സിംഗിൾ ഓണർഷിപ്പ് SMT മിഡിൽ ഓപ്ഷൻ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനം 4,74,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിന് വാറണ്ടി കൊടുക്കുമോ നിങ്ങൾ? വാറണ്ടി വരുന്നില്ല, റോഡ് അസിസ്റ്റന്റ് വരുന്നില്ല, RC വരുന്നില്ല. ഒരു വർഷത്തിന്റെ പഴക്കം കൊണ്ടാണ്. പക്ഷേ സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. എല്ലാം ഇൻസ്പെക്റ്റഡ് വണ്ടികളാണ്. എല്ലാം ചെക്ക് ചെയ്ത് എടുക്കുന്ന വണ്ടികളാണ്. അത്രയും ചെക്ക് പോയിന്റ്സ് ത്രൂ പോയിട്ട് എടുക്കുന്ന വണ്ടികളാണ്. നല്ല നീറ്റ് വണ്ടി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു വണ്ടി. 4,74,000 രൂപയ്ക്ക് ഈ ഒരു ജാസ് ഉണ്ടോ? 2017 വണ്ടി. ഫുൾ ലോൺ കിട്ടുമോ? ചെയ്യാം, നമുക്ക് പ്രൊഫൈൽ നോക്കി നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് വാഗണർ KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതിലെങ്ങനെ ഡീറ്റെയിൽ ഇതിൻ്റെ? ഇത് 2016 മോഡൽ. VXi ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക് 2016 അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫങ്ഷൻസ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. 2016 പറഞ്ഞ 16 മോഡൽ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം വെച്ച് ബോണറ്റ് സൈഡ് ഡോറുണ്ട്, ഒരു ഫ്രണ്ട് ഡോർ, റൈറ്റ് സൈഡ് ഡോർ മാറിയിട്ടുണ്ട്, ബോണറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ. തേർഡ് ഓൺഷിപ്പ് ആണ്. ഓൺഷിപ്പ് വരുന്നത് തേർഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം. ഓക്കെ. എത്ര കൊടുക്കാത്? നമുക്ക് 3,75,000 ചെയ്യാം. 3,75,000 രൂപയ്ക്ക് 2016 ഓട്ടോമാറ്റിക് വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 3 lakhs വരെ കിട്ടും. എന്തായാലും 3.5 വരെ കിട്ടും. 3.5 വരെ പ്രൊഫൈൽ നല്ല ചെയ്യാം. ഓക്കെ. ഒരു 10,000-25,000 രൂപ ഇറക്കാൻ പറ്റില്ല. ഓക്കെ. അടുത്തതാ ഒരു കൈഗർ വന്നിരിക്കുകയാണ്. KL 2 കൊല്ലം വണ്ടിയാണ്. ഇനി ഒരു സെയിം കൈഗർ വേറെ ഉണ്ട് അല്ലേ? അതെ. ഇതെങ്ങനെ കാര്യങ്ങൾ? ഇത് കൈഗർ ടർബോ ആണ്. RXT ടർബോ. ഇതിൽ ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ. ഓക്കെ. 2022 മോഡൽ. 22. ഓട്ടോ എത്ര പോയി? 21,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ, നോർമൽ ഓട്ടോ ആണ്. അതെ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ? ഇതിൽ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരും, ടച്ച് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, റിയർ AC വരുന്നുണ്ട്. ഫുള്ളിൽ അലോയ്സ് വരുന്നില്ല ഇതിൽ? അത് RXT ഓപ്ഷനിലാണ് വരുന്നത്. ഇത് RXT ആണ് അല്ലേ? ഓക്കെ. ഓക്കെ. ഡിഫോഗർ വരുന്നില്ല, അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ. അതെ. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
1 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. സെയിം ടെർബോ ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് ഉണ്ടാവും. മൈലേജ് കുറച്ച് കുറയും, ടെർബോ കത്തിച്ചെടുക്കുമ്പോൾ കുറച്ച് കുറയും. എന്നാലും കിട്ടും, ഒരു 15-16 റേഞ്ച് കിട്ടും. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലാത്തൊരു വണ്ടി അല്ല. നമുക്ക് 2 വർഷം വാറണ്ടി ഇട്ട് കൊടുക്കാം. വാറണ്ടിയിൽ ഓക്കെ. വാറണ്ടി RS ലഭിക്കുന്നുണ്ട്. എത്ര കൊടുക്കാത്? നമുക്ക് 6,90 കൊടുക്കാം. 6,90,000 അല്ലേ? മാനുവല്ലേ? മാനുവൽ 2022 1 ലിറ്റർ ടെർബോ എഞ്ചിൻ RXT ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 6 ലാഖ് ലോൺ കിട്ടും. 6 ലക്ഷം ലോൺ കിട്ടും. 6 ലക്ഷം ലോൺ. വീണ്ടും കൈഗറാണ്. KL 78 ഇരിട്ടി രജിസ്ട്രേഷനാണ്. കണ്ണൂർ ജില്ല തന്നെ, ഒരു മലയോര മേഖലയാണല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡലാണ്. 2022 മോഡലിൽ 48,000 ഓടിയിട്ടുള്ളൂ. 48,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. 1 ലിറ്റർ തന്നെയാണ്. ടെർബോ ആണോ നോൺ ടെർബോ ആണോ? നോൺ ടെർബോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അത്ര പെർഫോമൻസ് ഉണ്ടാവില്ല, പക്ഷെ അതിനേക്കാൾ ഒരു കിലോമീറ്ററൊക്കെ മൈലേജ് കൂടും അല്ലേ? കമ്പനി സർവീസ്. അപ്പോൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. 2022 വണ്ടിയല്ലേ? 2 ഇയർ വാറണ്ടി RS. 2 വർഷം വാറണ്ടി ഇട്ട് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ തന്നെ നമുക്ക് ചെയ്യാം. എത്ര കൊടുക്കുക ഇത്? 5,39 കൊടുക്കാം. 5,39 22 നോൺ ടെർബോ മാനുവൽ വാഹനമാണ്. കൈഗർ 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി തന്നെ. ഓക്കെ. മാക്സിമം ലോണും കയറുന്നുണ്ടല്ലോ? അതെ. ഓക്കെ. ആവറേജ് ടയേഴ്സാണ്. അതെ, ടയറൊക്കെ ആവറേജ് ആണ്. ഓക്കെ. അടുത്ത വാഹനം എന്താ? ഒരു വാഗണറാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 മോഡൽ. 15 മോഡലാണ്. അതെ. ഏതാ? LXi 69,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പാണ്. ലോ കിലോമീറ്റർ അല്ലേ? അതെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ബോണറ്റും ഫ്രണ്ടിൽ ചെറിയ റീപ്ലേസ്മെന്റ് വരും. ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് റീപ്ലേസ്മെന്റ് വരും. മേജർ ആയിട്ടുള്ള അടിയൊന്നുമില്ല. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. നമ്മൾ അങ്ങനത്തെ വണ്ടി എടുക്കും. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല, ഹെഡ്ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 2015 വാഗണർ. ഓട്ടോ എത്ര? 69,000. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. ഓക്കെ. ടയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടയേഴ്സ്, മാറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്തെടുക്കണല്ലേ? ഈ ബോണറ്റ് തന്നെ പെയിന്റ് ഒന്ന് മൊത്തത്തിൽ ഫെയിലില്ല. അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുമോ അതോ പുറത്തുനിന്നാണോ? അത് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വില മാറോ? പറയുന്ന വില നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ 2,99 ചെയ്ത് കൊടുക്കുന്നത്. 2,99,000 രൂപ. 2015 LXi വാഗണർ. ഓക്കെ. വില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ? നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ. നോക്കി ചെയ്ത് കൊടുക്കണം. അതെ, അത്രയേ ഉള്ളൂ. പിന്നെ ലോൺ എത്ര കയറും? ലോൺ ഇത് 2 ലക്ഷം വരെ ലോൺ വരും. 2 lakhs. അതെ. ഓക്കെ. അടുത്തൊരു മൈക്രോ SUV. മിനി മൈക്രോ. ഓക്കെ. മാരുതി സുസുക്കി എക്സ്പ്രസോ ആണ്. സാധാരണ ഒരു ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ പെടുത്താൻ പറയാത്തതെന്ന് വെച്ചാൽ ആ കയറി ഇരിക്കുമ്പോൾ തന്നെ ഒരു ഫീലിങ്സ് മനസ്സിലാവും അല്ലേ? ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2019 വണ്ടിയാണ്. 19 സിംഗിൾ ഓൺഷിപ്പ്. KL 58 വണ്ടിയാണ്. തലശ്ശേരി. ഇത് 58,000 ഓടിയിട്ടുള്ളൂ. 58,000 മാനുവൽ 58,000 EXI വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. 20 വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പ്. വാറണ്ടി എല്ലാം കൊടുക്കാം. 2 വർഷം വാറണ്ടി കൊടുക്കാം ഇതിന്. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? നമുക്ക് 3,99 കൊടുക്കാം. മാനുവൽ വാഹനം 3,99 VXi അല്ല? VXi 2020 വണ്ടി. ഓക്കെ. 3,500 ലോൺ കിട്ടും. മാക്സിമം ലോൺ കൊടുക്കാം. നമുക്ക് പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. 1 ലിറ്റർ എഞ്ചിനാണ്. ഒരു 17 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. 17 എബവ് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ടിയാഗോ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2018 വണ്ടി. 18 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. ഓട്ടോ എത്ര പോയി? 69,000 ഓടിയുള്ളൂ. ഏതാ ഓപ്ഷൻ? എക്സെറ്റ്. അന്നത്തെ ടോപ്പ് തന്നെയാണല്ലേ? എക്സെറ്റ് അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്ന ടോപ്പ് വാഹനമാണ്. ഓക്കെ. 4 സ്റ്റാർ സേഫ്റ്റിയും വരുന്ന വാഹനം. ഓട്ടം എത്രയാണ് പറഞ്ഞത്? 69,000. 69. ഓക്കെ. നോർമൽ ഓട്ടം തന്നെയാണ്, വലിയൊരു ഓട്ടം അല്ല. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വരുന്ന അത്യാവശ്യം സേഫ്റ്റി ഉള്ളൊരു ഹാച്ച് ബാക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു 14 മുതൽ 17 റേഞ്ച് വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അന്നത്തെ. ന്യൂ ഷേപ്പിന് 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇതിന് 4 സ്റ്റാർ. ഇതിപ്പോൾ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് 4,54 കൊടുക്കാം. 4,54. ഓക്കെ. പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഒരു 4 lakhs വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ? അതെ, 4 lakh വരെ ലോൺ കിട്ടും. ഓക്കെ. 1 year വാറണ്ടി കൊടുക്കാം. വാറണ്ടി ഉണ്ടല്ലോ? അതെ. ഓക്കെ. ഫോക്സ് വാഗൺ ആമിയോ ആണ് അടുത്ത വാഹനം. ഡീസലാണല്ലേ? ഡീസൽ. ഒരു കോമ്പാക്ട് സെഡാൻ വണ്ടിയാണ്. പോളോൻ്റെ സെഡാൻ കാറ്റഗറി. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. 18-20 റേഞ്ച് മേലെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് കംഫർട്ട് ലൈനാണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ. അതെ. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മോഡൽ 2017 മോഡൽ. കംഫർട്ട് ലൈൻ. 74,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. അതെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഫുൾ കമ്പനി ഹിസ്റ്ററി ആണോ?
ആ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് അല്ലേ? അതെ. അത്രയും ഫീച്ചേഴ്സ് വരും. അലോയ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വരില്ല. അതെ. ഒരു ക്ലെയിമും ഇല്ല. നല്ലൊരു ഡീസൽ വണ്ടി 1.5 അല്ല? അതെ. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. നല്ല പവറും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. മാനുവൽ അല്ലേ? മാനുവൽ 2018 വണ്ടി. ഓക്കെ. 17 വണ്ടി. സോറി 17 വണ്ടി. എത്ര കൊടുക്കാം? നമുക്ക് 4.74 കൊടുക്കാം. അത് മാക്സിമം ലോൺ തന്നെ കൊടുക്കാം. 4.74 ഡീസൽ എമിയോ 1.5 ലിറ്റർ കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ലഭിക്കുന്നത്. ഒരു 4 lakhs അബവ് മാക്സിമം ലോൺ എന്തായാലും ഷുവറായിട്ട് തന്നെ കിട്ടും. ഓക്കെ. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇപ്പോൾ ഇതിന് വാറണ്ടി ഒന്നുമില്ല. RSA വരുന്നുള്ളൂ. RSA മാത്രം. റോഡ് സൈഡ് അസിസ്റ്റ്. ഓക്കെ. നമ്മൾ നേരത്തെ ഒരു എമിയോ കണ്ടു. അടുത്തത് ഒരു പോളോ ആണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനം അല്ലേ? എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2015 വണ്ടിയാണ്. 15 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ്. അതെ. 90 ഓടിയിട്ടുള്ള. 90 ഓടിയ പെട്രോളോ ഡീസലോ? പെട്രോൾ TSI. പെട്രോൾ TSI 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന പോളോ ആണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, മിഡിൽ ഓപ്ഷൻ കംഫർട്ട് ലൈൻ വരുന്ന. ഓക്കെ. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ല. 2015 90,000 സിംഗിൾ ഓണർഷിപ്പ്. സർവീസ് ഫുള്ള് കമ്പനി ഉണ്ടോ? ഫുള്ള് കമ്പനിയല്ല, വാറണ്ടി പീരീഡ് മാത്രം കമ്പനി ചെയ്യുന്നുണ്ട്. ഓക്കെ. ബാക്കി പുറത്തുനിന്നല്ലേ? ഓക്കെ. എന്തായാലും ഇൻസ്പെക്ടഡ് വണ്ടിയാണല്ലോ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.99 കൊടുക്കാം. 3,99,000 രൂപയ്ക്ക് 2015 കംഫർട്ട് ലൈൻ പെട്രോൾ 90,000 ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3.5 വരെയൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. കിട്ടും. ഓ പിന്നെ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകും. അടുത്തത് ഒരു ഫേസ് ലിഫ്റ്റഡ് ക്വിഡാണ്. KL 86 പയ്യന്നൂർ രജിസ്ട്രേഷൻ അല്ലേ? കണ്ണൂർ ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 വണ്ടിയാണ്. ഓക്കെ. 2020 RXT സിംഗിൾ ഓൺഷിപ്പ്. RXT. അതെ. ഫുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? നമുക്ക് 2 വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും. അല്ല, ക്വിഡിൽ RXT അല്ലേ ഫുള്ള്? RXT ആ ടൈമിൽ RXT വരുന്നത്. പിന്നെ ഓപ്ഷനിലാണ് വരുന്നത്. ഓക്കെ. അതിൻ്റെ മേലെ ഓപ്ഷനിലാണ്. സോറി, മാറിപ്പോയതാണ്. ഓട്ടോ എത്ര പോയി? ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 2020 വണ്ടി അല്ലേ? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ട്? വാറണ്ടി നമ്മൾ 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഇയർ വാറണ്ടി, RSA എല്ലാം ലഭിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 5 വർഷത്തിൻ്റെ ഉള്ളിലുള്ള വാഹനങ്ങൾക്കല്ല 2 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നത്? അതെ. ഓക്കെ. ഇപ്പോഴുള്ള വർഷത്തിൽ നിന്ന് 5 വർഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന വാഹനങ്ങൾക്ക് 2 വർഷം വാറണ്ടി ഉണ്ട്. ഓക്കെ. ബാക്കി എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 4.44 4,44,000. 6.44 2020 RXT ക്വിഡ് 1 ലിറ്റർ എഞ്ചിൻ അല്ല? അതെ. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 16 to 19 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ ആവറേജ് ആണ്. 4 lakhs ലോൺ കിട്ടുമോ? നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ നല്ല ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ. അതെ. ഓക്കെ. ടിയാഗോ ആണ് അടുത്ത വാഹനം. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്. ഒരു ബ്ലൂ കളർ അല്ലേ? അതെ അതെ. ഓക്കെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 വണ്ടിയാണ്. 2021 20,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ. 3 വർഷം കൊണ്ട് 21,000 കിലോമീറ്റർ മാത്രം ഓടാം. സിംഗിൾ ഓണിൽ കിടക്കുകയാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇതിന് XT മിഡിൽ ഓപ്ഷൻ. ഫുള്ളിൻ്റെ താഴേക്ക് താഴെ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനം. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ബാക്കി ഡിഫോഗർ, വൈപ്പർ, അലോയ്സ് അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റുമല്ലോ? 2 വർഷം വാറണ്ടി കൊടുക്കാം. വാറണ്ടി RSA എല്ലാം കൊടുക്കാം അല്ലേ? ഓക്കെ. ടിയാഗോ മാനുവൽ ആണ്. മൈലേജ് ഒരു 14-17 റേഞ്ചിൽ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. പിന്നെ ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ ഇത് ന്യൂ ഷേപ്പായി 5 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിയിൽ. ഓക്കെ. ബാക്കി പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസ് 5.34 വരുന്നത്. 5,34,000 രൂപയ്ക്ക് 21,000 കിലോമീറ്റർ മാത്രം ഓടിയ 2021 XT ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമുക്ക് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. മാക്സിമം കിട്ടും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് അല്ല? അടുത്തത് ഒരു ക്ലൈംബർ ആണ്. നമ്മളിപ്പോൾ ഇതിനെ വില ക്ലൈംബ് ചെയ്യേണ്ട അവസ്ഥയാണ്. വണ്ടി വിലയുള്ളത് KL 36 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ്? ഇത് 2017 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ. ഓട്ടോമാറ്റിക് 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. 2017 ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറക്കിയ വണ്ടിയാണ്. ആ ഒരു കളറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ടിലും മിറേഴ്സിലും ഒക്കെ കാണാം. അപ്പോൾ ബാക്കി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് 54,000 കിലോമീറ്റർ മാത്രം. മോഡൽ 17 ഓട്ടോമാറ്റിക് അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് ക്ലൈംബർ RXT ക്ലൈംബർ ആണ്. എത്ര കൊടുക്കാം? നമുക്ക് 3.83 കൊടുക്കാം. 3.83. അതെ. 3,83,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ നമുക്ക് ചെയ്യാം. റേറ്റ് നോക്കി ചെയ്യാം. ഓക്കെ. ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 3.5 ലോണും കിട്ടും. 3.5 കിട്ടും. 1 ലിറ്റർ
AMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 16 റേഞ്ചിൽ മൈലേജ് കാണാം. 16-17 റേഞ്ച് വരെയൊക്കെ മൈലേജ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ. ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. മാക്സിമം എന്തായാലും ലോൺ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് റീനോ കൈഗർ തന്നെയാണ്. KL2 കൊല്ലം വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2021 മോഡലാണ്. 2021 മോഡൽ RXL മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? അതെ, മിഡിൽ ഓപ്ഷൻ. ഓട്ടോമാറ്റിക്. ഓക്കെ, 21 മോഡൽ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് തന്നെയാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 12,000 ലോ കിലോമീറ്റർ ഓടി. വളരെ പാതി കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ AMT ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 16-17 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? മാക്സിമം ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. കൂടുതൽ റിനോ ആണല്ലോ വണ്ടികൾ. അതെ, കൂടുതൽ റിനോ വണ്ടികൾ കണ്ടു. വേറെ വണ്ടികൾ ഞാൻ പറഞ്ഞില്ലേ, 2 ഇയർ വാറണ്ടിയിൽ വേറെ പുതിയ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ സ്റ്റോക്ക് ആയിട്ട് മിക്സ്ഡ് ആയിട്ട് കാണിച്ചാണ്. വാറണ്ടി ഉള്ളതും ഇല്ലാത്തതെല്ലാം കൂടെ മിക്സ്ഡ് ആക്കി കാണിച്ചാണ് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 620 കൊടുക്കാം. 2022 വണ്ടി, 21 വണ്ടി വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം കിട്ടും. ഫുൾ ലോൺ 6 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, വേറെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആർക്കെങ്കിലും കാർ വേണമെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അയച്ചു കൊടുക്കാം. വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.